വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ വിധികർത്താക്കൾ, ഉസ്താദുമാർ, മറ്റു എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ഓരോ വ്യക്തിക്കും മതവിശ്വാസം, അഭിപ്രായ പ്രകടനം എന്നിവക്കുള്ള സ്വാതന്ത്ര്യം, സംരക്ഷണം, ഭക്ഷണം, പാർപ്പിടം എന്നിവയോടുകൂടിയുള്ള ജീവിതം നയിക്കാനുള്ള അവകാശം, വാർദ്ധക്യത പോലെയുള്ള ശാരീരിക ബലഹീനത അവസ്ഥകളിൽ ലഭിക്കേണ്ട സംരക്ഷണം, നിയമത്തിന് മുമ്പിലുള്ള സംരക്ഷണം, കുറ്റവാളി എന്ന് തെളിയിക്കപ്പെടും വരെ നിരപരാധിയായി പരിഗണിക്കപ്പെടാനുള്ള അവകാശം, ഇവയെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മനുഷ്യാവകാശങ്ങളായി പരിഗണിക്കപ്പെട്ടവയാണ്. എന്നാൽ ഈയിടെയായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒരു തുടർക്കഥയായിരിക്കുന്നു. ഗസയിൽ നിന്നുയരുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളികൾ തന്റെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ലോകം മനുഷ്യന് നൽകിയ ഉറപ്പ് എത്രത്തോളം ദുർബലമായിരുന്നെന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. വാഷിംഗ്ടൺ പോസ്റ്റ് ജൂലൈ 30 പ്രസിദ്ധീകരിച്ച ആദ്യ പേജിൽ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ പേരുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് പറയുന്നത്, ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ ഇതുവരെ കൊല്ലപ്പെട്ട 60,000 പേരിൽ 18,500 പേരും കുഞ്ഞുങ്ങളാണ്. ബാക്കിയുള്ളതിൽ പകുതിയിലേറെയും സ്ത്രീകളും. പാശ്ചാത്യ സർവകലാശാലകൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന വിരുദ്ധ സ്വരങ്ങൾ കാലങ്ങളോളം കൊട്ടിയാഘോഷിക്കപ്പെട്ട മനുഷ്യാവകാശ സംരക്ഷണങ്ങളുടെ വീരകഥകളെ നഗ്നമാക്കുന്നുണ്ട്. ഇന്ത്യയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഇന്ത്യയിലെ ചില ന്യൂനപക്ഷ സമൂഹങ്ങളിലൂടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഭരണകൂടത്തിന് സംഭവിച്ച ചില വീഴ്ചകൾ കാരണം രാജ്യം അന്താരാഷ്ട്ര തലത്തിൽ ഏറെ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. യുഎന്നിന്റെ അംഗീകാരമുള്ള മനുഷ്യാവകാശ കൂട്ടായ്മയായ ഗ്ലോബൽ അലയൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യത്തിന്റെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് നേരത്തെ നൽകി വന്നിരുന്നത് എ പദവിയായിരുന്നു. വിവിധ രാജ്യങ്ങളുടെ മനുഷ്യാവകാശ കൗൺസിലുകളുടെയും ഇതര പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തി അംഗീകാരം നൽകുന്നത് ഈ ഏജൻസിയാണ്. UN അംഗീകരിച്ച പാരീസ് തത്വങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. 5 വർഷം കൂടുമ്പോൾ നടത്തിവരാറുള്ള ഈ അവലോകന യോഗത്തിൽ തുടർച്ചയായി എ ഗ്രേഡ് നേടി വന്നിരുന്ന ഇന്ത്യക്ക് 2016 അത് നഷ്ടമായി. 2022 നവംബർ ആദ്യവാരത്തിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിന്റെ ആനുകാലിക അവലോകന യോഗത്തിൽ ഇന്ത്യയുടെ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴും ലോകത്തിനു മുമ്പിൽ ഇന്ത്യ തലകുനിക്കുകയായിരുന്നു. ഇത്തവണത്തെ അവലോകന യോഗത്തിൽ ഇന്ത്യയിൽ തുടർച്ചയായി വർദ്ധിച്ചു വരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ, മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നാക്രമണങ്ങൾ, ഹിജാബ് നിരോധനം, ഇന്റർനെറ്റ് നിരോധനം, വിദ്വേഷ പ്രസംഗങ്ങൾ തുടങ്ങിയ മനുഷ്യാവകാശ പ്രശ്നങ്ങളെ സംബന്ധിച്ച് മറ്റു അംഗരാജ്യങ്ങൾ ഗൗരവമേറിയ ആശങ്കകൾ ഉന്നയിക്കുകയുണ്ടായി. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് യോഗത്തിൽ പങ്കെടുത്ത സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത്ത രാജ്യത്തിന്റെ അവകാശവാദങ്ങൾ ഉന്നയിച്ചുവെങ്കിലും അവയെല്ലാം നിരസിച്ചുകൊണ്ടായിരുന്നു മറ്റു രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ. വിവിധ അന്താരാഷ്ട്ര ഗ്രൂപ്പുകൾ ഇക്കാലയളവിൽ രാജ്യത്തിലെ മനുഷ്യാവകാശ സംബന്ധമായ മറ്റു പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. 2021 സ്വീഡൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് രാജ്യത്തിന്റെ ജനാധിപത്യം ഇലക്ട്രൽ സ്വേച്ഛാധിപത്യത്തിലേക്ക് മാറി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 2022 എക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് പുറത്തുവിട്ട ജനാധിപത്യ സൂചികകളിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ വികലമായ ജനാധിപത്യം എന്നാണ് വിലയിരുത്തുന്നത്. മുസ്ലിങ്ങളും ക്രൈസ്തവരും ദളിതരും ആദിവാസികളും അടങ്ങുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ കഴിഞ്ഞ ഒരു ശതകത്തിനിടെ വലിയ തോതിലുള്ള അക്രമമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഏറ്റുമുട്ടലുകളും കൊലകളും ബുൾഡോസർ രാജ്യവും ആൾക്കൂട്ട മർദ്ദനങ്ങളും പെരുകുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉദാസീനത വലിയ രീതിയിൽ കാരണമാകുന്നുണ്ട്. രാജ്യത്തിന്റെ മനസ്സാക്ഷിയെ ഒന്നടങ്കം ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടക്കുമ്പോഴും കൈകെട്ടി നോക്കി നിൽക്കുകയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയ്യുന്നത്. ഇതൊരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും യോജിച്ചതല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ ദമുഹു വ മാലുഹു വ ഇറദുഹു, ഓരോ മുസ്ലിമിനും
തന്റെ സഹോദരന്റെ രക്തത്തിനും സമ്പത്തിനും അഭിമാനത്തിനും ക്ഷതമേൽപ്പിക്കൽ നിഷിദ്ധമാണ് എന്ന തിരുവചനം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅവാന